പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാളുകളായി നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മളൊരു കുക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒരു ഫുൾ ടൈം കുക്കിംഗ് ഒന്നും അല്ല കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇന്നിപ്പോൾ വൈകിട്ടത്തേക്കിന് അത്താഴത്തിന് അമ്മ ചപ്പാത്തിയും പരിപ്പ് കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ കുക്കിങ്ങിനിടയിൽ സ്നേഹിയുമായിട്ടുള്ള കുറച്ച് തമാശയും കാര്യങ്ങളും ഒക്കെയാണ്. അവൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ഒക്കെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയിലുള്ള കുറച്ച് സീൻസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. പള്ളിയിൽ നമുക്ക് ക്രിസ്മസ് ബസാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്ന കട്ട്ലറ്റാണ്. ഈ പ്രാവശ്യം നല്ല, നമ്മൾ മിക്ക വർഷങ്ങളിലും കട്ട്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് കട്ട്ലറ്റ് മതിയെന്നാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കിലോ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ച് അമ്മ അതെല്ലാം ഞങ്ങളത് പുഴുങ്ങി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിരുന്നു അമ്മ വന്നപ്പോഴത്തേക്കിന്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുവാണ്. വെളുത്തുള്ളി വേണ്ട നമ്മ പറഞ്ഞു കട്ട്ലറ്റിന്. അല്ലാതെ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ അത്താഴത്തിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചപ്പാത്തിയും പരിപ്പ് കറിയും വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ക്രിസ്മസ് ബസാറിന് കൊടുക്കുവാനുള്ള കാര്യങ്ങളിൽ തയ്യാറെടുപ്പിലാണ്. നമ്മൾ തലേദിവസം തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കും. ഇത് ബ്രെഡ് ക്രംസിൽ എല്ലാം മുക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും. എന്നിട്ട് രാവിലെ നമ്മളെടുത്ത് വറുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി, മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളെടുത്ത് വറുത്ത് കൊണ്ടു കൊടുക്കും. അപ്പം കുറച്ച് നമുക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. പള്ളിയിലോട്ടുള്ളത് വേറെ, നമുക്കുള്ളത് വേറെ. അപ്പം ആ നമുക്കുള്ളതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് നമ്മൾ വൈകിട്ടത്തെ നമ്മുടെ അത്താഴത്തിന് അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് വീട്ടിലത്തേക്കിനുള്ളത്. അതാണ് നമ്മളിപ്പോൾ എടുത്തിട്ട് വറക്കുന്നത്. നാളെ പള്ളി കൊടുക്കാനുള്ളത് ഇപ്പം നമ്മൾ വറക്കുന്നില്ല. ഇപ്പം നമ്മൾ കഴിക്കാനുള്ളത് മാത്രമേ നമ്മൾ ഇപ്പോൾ വറുത്തിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടത് നമ്മൾ കുറച്ച് വറുത്ത് കോരുവാണ്. പിന്നെ രണ്ടാമത് നമ്മളൊരു 5-6 പീസസും കൂടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തിയും പരിപ്പ് കറിയും കട്ട്ലറ്റും പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ കറിയുമായിരുന്നു. ചാക്കോച്ചനാണ് കട്ട്ലറ്റ് സെർവ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഹോട്ടലിലൊക്കെ ചെന്നിട്ട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് പോലെ ചാക്കോച്ചൻ്റെ അടുത്തു നിന്ന് പോയി കട്ട്ലറ്റ് വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചാക്കോച്ചൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഇത് രാവിലെയായി. പിറ്റേ ദിവസത്തേക്കിനുള്ള കട്ട്ലറ്റുകളെല്ലാം നമ്മൾ വറുത്തുകൊണ്ടിരിക്കുവാണ്. അതെല്ലാം നമ്മൾ വറുത്തതിന് ശേഷം നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് ആൾ വന്ന് കളക്ട് ചെയ്യുമായിരുന്നു. നമ്മൾ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ല, നല്ല തിരക്കായതുകൊണ്ട് അവർ വന്ന് കളക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.